എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നഴ്സിംഗ് ഗവേഷണത്തിലെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യത്തെക്കുറിച്ചാണ്. എന്താണ് ഈ റിസർച്ച് ഇൻസ്ട്രുമെന്റ്സ് അഥവാ ഗവേഷണത്തിനുള്ള ഉപകരണങ്ങൾ? എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് എന്ന് നമ്മൾ കേട്ടിട്ടില്ലേ? അതായത് തെളിവുകളെ അടിസ്ഥാനമാക്കിയുള്ള പരിചരണം. അതിന്റെയൊക്കെ അടിത്തറപ്പാകുന്നത് ഈ ഉപകരണങ്ങളാണ്. അപ്പോ രോഗികളെ പരിചരിക്കുന്നത് എങ്ങനെ കൂടുതൽ മെച്ചപ്പെടുത്താമെന്നറിയാൻ ഈ ടൂളുകൾ എത്രത്തോളം പ്രധാനമാണെന്ന് നമുക്ക് നോക്കാം. നഴ്സിംഗ് രംഗത്ത് എന്തിനാണ് നമ്മൾ ഇത്രയധികം ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് അല്ലേ? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്. നമുക്ക് വേണ്ടത് വിശ്വസിക്കാൻ പറ്റുന്ന തെളിവുകളാണ്. വെറുതെ എന്തെങ്കിലും ചെയ്യുന്നതിനേക്കാൾ ഇങ്ങനെ ചെയ്താൽ ഇന്ന ഗുണമുണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കണ്ടേ? അങ്ങനെയുള്ള തെളിവുകൾ കണ്ടെത്താനുള്ള ഒരു ചിട്ടയായ അന്വേഷണമാണ് ശരിക്കും നഴ്സിംഗ് ഗവേഷണം. ഇതാണ് നല്ല രോഗി പരിചരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അടിത്തറ. അപ്പോ എന്താണ് ഈ നഴ്സിംഗ് ഗവേഷണമെന്ന് ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ, ഇതൊരു വളരെ ചിട്ടയായ ശാസ്ത്രീയമായ ഒരു അന്വേഷണമാണ്. നഴ്സിംഗ് പ്രൊഫഷനിലെ പ്രധാനപ്പെട്ട വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് വിശ്വസനീയമായ തെളിവുകൾ തരുന്നത് ഈ പ്രക്രിയയാണ്. അതായത് നമ്മൾ രോഗികളെ പരിചരിക്കുന്ന രീതി, നഴ്സിംഗ് വിദ്യാഭ്യാസം, ആശുപത്രികളിലെ ഭരണപരമായ കാര്യങ്ങൾ, ഇതിലൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന പുതിയ അറിവുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു വഴിയാണിത്. അപ്പോ ഇതിന് പ്രധാനമായും 2 ലക്ഷ്യങ്ങളാണുള്ളത്. ഒന്ന്, പുതിയ അറിവുകൾ കണ്ടെത്തുക, അതായത് പ്രാക്ടീസിൽ നമ്മൾ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക. 2, നിലവിലുള്ള അറിവുകളെ ഒന്നുകൂടി ഉറപ്പിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുക. ചിലപ്പോൾ നമ്മൾ കാലങ്ങളായി ചെയ്യുന്ന ഒരു കാര്യമുണ്ടാകും. അത് ശരിയാണോ, അതോ അതിലും നല്ലൊരു വഴിയുണ്ടോ എന്ന് പരിശോധിക്കുന്നത്. അതും ഈ ഗവേഷണത്തിന്റെ ഭാഗമാണ്. ചുരുക്കത്തിൽ, പുതിയത് കണ്ടെത്താനും പഴയതിനെ മെച്ചപ്പെടുത്താനും ഇത് സഹായിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. ഗവേഷണ ഉപകരണങ്ങൾ. ഒരു ഗവേഷകനെ നമുക്കൊരു ആശാരിയോടോ മെക്കാനിക്കിനോടോ ഉപമിക്കാം. അവരുടെ കയ്യിൽ ഒരു ടൂൾ കിറ്റ് ഉണ്ടാകുമല്ലോ. ഓരോ പ്രത്യേക ജോലിക്കും ഓരോ പ്രത്യേക ഉപകരണം. അതുപോലെ തന്നെയാണ് ഗവേഷകന്റെ കാര്യവും. അവരുടെ ടൂൾ കിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആയുധങ്ങളാണ് ഈ ഗവേഷണ ഉപകരണങ്ങൾ. അപ്പോ എന്താണ് ഈ ഉപകരണം? വളരെ സിമ്പിളായി പറഞ്ഞാൽ, ഒരു പഠനത്തിന് വേണ്ട ഡേറ്റ, അതായത് വിവരങ്ങൾ ശേഖരിക്കാൻ ഗവേഷകർ ഉപയോഗിക്കുന്ന എന്ത് സാധനത്തെയും നമുക്ക് റിസർച്ച് ഇൻസ്ട്രുമെന്റ് എന്ന് വിളിക്കാം. അതിന്റെ ലക്ഷ്യം ഒന്നേ ഉള്ളൂ: കൃത്യവും വിശ്വസനീയവും അർത്ഥവത്തായതുമായ വിവരങ്ങൾ കിട്ടണം. അത്രയുള്ളൂ. ഒരു നല്ല ഉപകരണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ അളക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തെ കൃത്യമായി അളക്കണം. അത് പ്രസക്തമായിരിക്കണം, വസ്തുനിഷ്ഠമായിരിക്കണം, അതുപോലെ കാര്യക്ഷമവുമാകണം. കാരണം ഒരു പഠനത്തിന്റെ വിജയം തന്നെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഉപകരണത്തെ ആശ്രയിച്ചാണിരിക്കുന്നത്. തെറ്റായ ഉപകരണം ഉപയോഗിച്ചാൽ കിട്ടുന്ന വിവരങ്ങളും തെറ്റായിരിക്കും, അല്ലേ? ശരി, അപ്പൊ നമുക്ക് ഈ ടൂൾ കിറ്റ് ഒന്ന് തുറന്നു നോക്കിയാലോ? ഒരു നഴ്സിംഗ് ഗവേഷകൻ സാധാരണയായി ഉപയോഗിക്കുന്ന ചില പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. നോക്കൂ, ഇതിൽ പലതരം ടൂൾസ് ഉണ്ട്. നമുക്കെല്ലാവർക്കും പരിചയമുള്ള ചോദ്യാവലികൾ അല്ലെങ്കിൽ ഈ സെൽഫ് റിപ്പോർട്ട് ഫോമുകൾ, അതൊരു തരം. പിന്നെ ആളുകളുമായി സംസാരിച്ച് വിവരങ്ങൾ ശേഖരിക്കാൻ ഉപയോഗിക്കുന്ന ഇന്റർവ്യൂ ഷെഡ്യൂളുകളുണ്ട്. മറ്റുള്ളവരുടെ പെരുമാറ്റം നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ചെക്ക് ലിസ്റ്റുകൾ പോലെയുള്ള ഒബ്സർവേഷൻ ടൂൾസുണ്ട്. അതുകൂടാതെ നമ്മുടെ ശരീരത്തിലെ കാര്യങ്ങൾ നേരിട്ട് അളക്കുന്ന ഉപകരണങ്ങൾ, ഉദാഹരണത്തിന് ECG, BP അപ്പാരറ്റസ്, അതൊക്കെ ബയോഫിസിയോളജിക്കൽ മെഷേഴ്സ് എന്ന വിഭാഗത്തിൽ വരും. പിന്നെ ആളുകളുടെ മനോഭാവം അളക്കാനുള്ള ലൈക്കർട്ട് സ്കെയിലുകൾ. അങ്ങനെ പലതരം ടൂൾസുണ്ട്. ഓരോന്നിനും അതിൻ്റേതായ ഉപയോഗമുണ്ട്. അപ്പോ ഒരു ചോദ്യം വരാം. ഈ നമ്പറുകളും അളവുകളും ഒക്കെ കൊള്ളാം, പക്ഷെ മനുഷ്യരുടെ അനുഭവങ്ങൾ, അവരുടെ ചിന്തകൾ, വികാരങ്ങൾ, ഇങ്ങനെയുള്ള സങ്കീർണമായ കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കാൻ ഇതിലേത് ഉപകരണമാണ് ഏറ്റവും നല്ലത്? അതിനുള്ള ഉത്തരമാണ് നമ്മുടെ ഇന്നത്തെ പ്രധാന വിഷയം: ഇന്റർവ്യൂ ഷെഡ്യൂൾ. ആളുകളുമായി നേരിട്ട് സംസാരിച്ച് അവരുടെ അനുഭവങ്ങളിലേക്ക് ആഴത്തിൽ ഇറങ്ങിച്ചെല്ലാൻ സഹായിക്കുന്ന വളരെ ശക്തമായ ഒരു ടൂളാണിത്. ഇന്റർവ്യൂ ഷെഡ്യൂൾ എന്ന് കേൾക്കുമ്പോൾ വലിയെന്തോ സംഭവമാണെന്ന് വിചാരിക്കേണ്ട. വളരെ സിമ്പിളാണ്. ഒരു ഗവേഷകനും പഠനത്തിൽ പങ്കെടുക്കുന്ന ആളും തമ്മിൽ സംസാരിക്കുമ്പോൾ ആ സംഭാഷണത്തെ നയിക്കാൻ വേണ്ടി മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു കൂട്ടം ചോദ്യങ്ങൾ. അത്രയുള്ളൂ. ഇത് നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം, അല്ലെങ്കിൽ ഫോണിലൂടെയോ ഓൺലൈനായോ ഒക്കെ ചെയ്യാം. ഇതിന്റെ ഏറ്റവും വലിയ ഗുണമെന്താണെന്ന് വെച്ചാൽ, ചില സങ്കീർണമായ വിഷയങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാൻ ഇത് വളരെ നല്ലതാണ്. അതുപോലെ ചിലപ്പോൾ പഠനത്തിൽ പങ്കെടുക്കുന്നവർക്ക് വായിക്കാനും എഴുതാനും ബുദ്ധിമുട്ടുണ്ടാവാം. ഉദാഹരണത്തിന് ചെറിയ കുട്ടികൾ, അല്ലെങ്കിൽ പ്രായമായവർ, വിദ്യാഭ്യാസം കുറഞ്ഞവർ, അങ്ങനെയുള്ളവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാൻ ഒരു ചോദ്യാവലി കൊടുത്താൽ നടക്കില്ല. അവിടെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ല വഴി.
ഇവിടെ പറയുന്നത് പോലെ ഇന്റർവ്യൂകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ആഴത്തിലുള്ള ചോദ്യം ചെയ്യലിന് അത് അവസരം നൽകുന്നു എന്നതാണ്. അതായത് ഒരു വിഷയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കുന്നു. ചില കാര്യങ്ങൾ വെറുതൊരു ടിക്കിട്ടാൽ കിട്ടില്ല, അത് ചോദിച്ചു തന്നെ മനസ്സിലാക്കണം. ഇനി ഇതിന്റെ മറ്റൊരു വലിയ നേട്ടം കാണിച്ചു തരുന്ന ഒരു കണക്കാണിത്. 80 മുതൽ 90% വരെ. എന്താണ് ഈ കണക്കെന്നറിയാമോ? റെസ്പോൺസ് റേറ്റ്. അതായത് നമ്മളൊരു ചോദ്യാവലി തപാലിൽ അയച്ചു കൊടുത്താൽ ചിലപ്പോൾ പകുതി പേര് പോലും അത് പൂരിപ്പിച്ച് തിരിച്ചയക്കില്ല. പക്ഷെ ഒരു ഇന്റർവ്യൂവിൽ അങ്ങനെയല്ല. മിക്കവാറും എല്ലാവരും സഹകരിക്കും. അപ്പോൾ നമുക്ക് കൂടുതൽ ആളുകളിൽ നിന്ന് വിവരങ്ങൾ കിട്ടും. അത് നമ്മുടെ പഠനത്തെ കൂടുതൽ ശക്തമാക്കും. പക്ഷെ എല്ലാ ഇന്റർവ്യൂകളും ഒരേപോലെയല്ല കേട്ടോ. നമ്മുടെ ഗവേഷണത്തിന്റെ ലക്ഷ്യം എന്താണോ അതനുസരിച്ച് ഇന്റർവ്യൂവിന്റെ രീതിയും മാറും. പ്രധാനമായും 3 തരത്തിലുള്ള ഇന്റർവ്യൂ ഷെഡ്യൂളുകളാണ് ഉപയോഗിക്കാറുള്ളത്. ഒന്നാമത്തേത് സ്ട്രക്ചേർഡ് ഇന്റർവ്യൂ. ഇവിടെ മുൻകൂട്ടി തയ്യാറാക്കിയ ചോദ്യങ്ങൾ ഒരേ ക്രമത്തിൽ എല്ലാവരോടും ചോദിക്കും. ഒരു മാറ്റവുമില്ല. രണ്ടാമത്തേത് സെമി സ്ട്രക്ചേർഡ്. ഇവിടെ പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങളുണ്ടാകും. പക്ഷെ സംസാരിക്കുന്നതിനനുസരിച്ച് കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കാനും വിശദീകരണങ്ങൾ തേടാനും സ്വാതന്ത്ര്യമുണ്ട്. മൂന്നാമത്തേത് അൺസ്ട്രക്ചേർഡ്. ഇത് ശരിക്കും ഒരു സാധാരണ സംഭാഷണം പോലെയാണ് തുടങ്ങുക. പ്രത്യേക ചോദ്യങ്ങളോ ക്രമമോ ഒന്നുമുണ്ടാകില്ല. സംഭാഷണത്തിനിടയിൽ ചോദ്യങ്ങൾ സ്വാഭാവികമായി വരും. ഓരോന്നിനും അതിൻ്റേതായ ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഒരു ചോദ്യാവലിയും ഇന്റർവ്യൂ ഷെഡ്യൂളും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ വ്യക്തമായില്ലേ? ചോദ്യാവലിയിൽ ആൾക്കാർ സ്വയം വായിച്ച് ഉത്തരമെഴുതുന്നു. പക്ഷെ പലപ്പോഴും റെസ്പോൺസ് റേറ്റ് കുറവായിരിക്കും. എന്നാൽ ഇന്റർവ്യൂവിൽ നമ്മൾ നേരിട്ട് ചോദിച്ച് ഉത്തരങ്ങൾ രേഖപ്പെടുത്തുന്നു. അതുകൊണ്ട് റെസ്പോൺസ് റേറ്റ് വളരെ കൂടുതലാണ്. അതേസമയം ചോദ്യാവലിയിൽ പേര് വെളിപ്പെടുത്താതെ വിവരങ്ങൾ നൽകാൻ സാധിക്കും. ഇന്റർവ്യൂവിൽ അത് സാധ്യമല്ല. അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു കാര്യം ഉറപ്പാണ്: ഒരു ഗവേഷണം വിജയിക്കണമെങ്കിൽ ആ ജോലിക്ക് പറ്റിയ ഏറ്റവും ശരിയായ ഉപകരണം തിരഞ്ഞെടുക്കണം. അത് വളരെ നിർണായകമായ ഒരു കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: എല്ലാ പഠനത്തിനും ഉപയോഗിക്കാൻ പറ്റിയ ഒരു മാന്ത്രിക ഉപകരണം എന്നൊന്നുമില്ല. ഓരോ പഠനത്തിനും അതിൻ്റേതായ ഉപകരണം വേണം. നമ്മുടെ ഗവേഷണ ചോദ്യം എന്താണ്, പഠനത്തിന്റെ ഡിസൈൻ എങ്ങനെയാണ്, ആ വിഷയത്തെക്കുറിച്ച് നമുക്ക് എത്രത്തോളം അറിയാം, ഇതൊക്കെ നോക്കിയിട്ടാണ് ഏത് ടൂൾ ഉപയോഗിക്കണം എന്ന് തീരുമാനിക്കേണ്ടത്. അവസാനമായി ഈ ഒരു ചോദ്യത്തോടെ നമുക്ക് നിർത്താം. നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഉപകരണം നമുക്ക് കിട്ടുന്ന ഉത്തരങ്ങളെയും സ്വാധീനിക്കും. അതായത് ടൂൾ മാറുന്നതിനനുസരിച്ച് ഡാറ്റയും മാറും. നമ്മൾ എപ്പോഴും എളുപ്പമുള്ള വഴി അല്ലെങ്കിൽ എളുപ്പമുള്ള ഉപകരണം തിരഞ്ഞെടുത്താൽ ഒരുപക്ഷേ നമുക്ക് ഒരുപാട് വിലപ്പെട്ട വിവരങ്ങൾ നഷ്ടമായേക്കാം, അല്ലേ? അപ്പോ അടുത്ത തവണ നിങ്ങളൊരു റിസർച്ച് റിപ്പോർട്ട് വായിക്കുമ്പോൾ ഇതൊന്ന് ആലോചിച്ചു നോക്കുക. അവർ എന്ത് നിഗമനത്തിലെത്തി എന്ന് മാത്രമല്ല, ആ നിഗമനത്തിലെത്താൻ അവർ ഏത് ടൂളാണ് ഉപയോഗിച്ചത്. നന്ദി.